ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠം എന്താണെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ബലഹീനതകളിലല്ല, ദൈവത്തിൻ്റെ ബലത്തിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് എന്നതാണ് ന്യായാധിപന്മാർ 6-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ തളർത്തുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചപ്പോൾ 7 വർഷക്കാലം മിദ്യാന്യർ അവരെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു. അവർ വിളയിറക്കുന്നതെല്ലാം അവർ ശത്രുക്കൾ വന്ന് നശിപ്പിച്ചു, വെട്ടുക്കിളിയെ പോലെ വന്ന് നശിപ്പിച്ചു. ഇസ്രായേലിൽ ഭയം നിമിത്തം മലകളിലും ഗുഹകളിലും ഒക്കെ അവർ ഒളിച്ചു താമസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില മിദ്യാന്യർ കടന്നു വരാറുണ്ടല്ലേ. അത് സാമ്പത്തിക തകർച്ച, രോഗം, അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്തം, ഇതൊക്കെ. അപ്പം നമ്മൾ ഇങ്ങനെ ഈ മിദ്യാന്യരിൽ നിന്നും ഒളിച്ചിരിക്കുവാൻ ശ്രമിക്കുന്ന ആ നിമിഷത്തിൽ, അല്ലെങ്കിൽ ആ നിമിഷത്തിൽ നമ്മൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് ദൈവം നമ്മളെ അന്വേഷിച്ചു വരുന്നത്. സങ്കീർത്തനം 120-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഇവിടെ നമുക്ക് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരു ഗിദെയോനെ കാണുവാൻ സാധിക്കും. ഗിദെയോൻ തൻ്റെ ശത്രുക്കളിൽ നിന്നൊക്കെ ഭയന്ന് ഒളിച്ച് മുന്തിരിച്ചക്കിനോട്ട് ഉള്ളിലിരുന്നിട്ട് ഗോതമ്പ് മെതിക്കുകയാണ്. അപ്പം ശത്രുക്കൾ കണ്ടു കഴിഞ്ഞാൽ ആ ഗോതമ്പൊന്നും അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ അവൻ ഒളിച്ചിരുന്ന് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു ചെന്ന് ചോദിക്കുക, പരാക്രമശാലിയായ പുരുഷനെ എന്നവനെ വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. ദൈവദൂതനെ കണ്ടപ്പോഴൊക്കെയും ഗിദെയോൻ തൻ്റെ ആ ബലഹീനതയാണ് അവിടെ കണ്ടത്. പക്ഷേ ദൈവം കണ്ടത് അവനിലുള്ള സാധ്യതകളെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് വിളിച്ചേക്കാം പല സമയങ്ങളിലും. നിന്നെ കൊണ്ട് എന്തിനു കൊള്ളിക്കാമെന്ന് ലോകം പറഞ്ഞേക്കാം. എന്നാൽ ദൈവം നമ്മളെ വിളിക്കുന്നത് എപ്പോഴും നമ്മളൊരു വിജയി എന്ന പേരിലാണ് ദൈവം നമ്മളെപ്പോഴും കാണുന്നത്. നമ്മുടെ ഇന്നത്തെ അവസ്ഥയല്ല, ദൈവത്തിൻ്റെ ആ സാന്നിധ്യമാണ് നമ്മളെ പരാക്രമശാലികളാക്കുന്നത്. ഗിദെയോനെ പോലെ മിദ്യാന്യരെ തോൽപ്പിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ശുദ്ധീകരണം നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഗിദെയോൻ ഈ മിദ്യാന്യരെ തോൽപ്പിക്കുന്നതിന് മുമ്പ് തൻ്റെ സ്വന്തം വീട്ടിലെ ആ ശുദ്ധീകരണം, അതായത് ആ ബാലിൻ്റെ ബലിപീഠങ്ങളൊക്കെ തകർക്കുവാൻ ഗിദെയോനോട് ദൈവം ആവശ്യപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പോരാട്ടങ്ങളിൽ ഒക്കെ നമ്മൾ ജയിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലുള്ള വിഗ്രഹങ്ങളെ നമ്മൾ തകർക്കണം. ആ വിഗ്രഹങ്ങൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഞാൻ പരിശുദ്ധനായിട്ട് ജീവിക്കുന്ന, ഞാൻ ദിവസം 7 നേരം പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ പോകും, മറ്റുള്ളവരുടെ മുമ്പിൽ ഡീസൻ്റായിട്ട് അഭിനയിക്കും. പക്ഷേ വീട്ടിൽ അഹങ്കാരം, അല്ലേ, മറ്റുള്ളവരോട് പക, മറ്റുള്ളവരോട് കുറ്റം, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മുടെ ഉള്ളിലുമുണ്ട്. ആ വിഗ്രഹങ്ങളെ നമ്മൾ തകർത്ത് അവിടെയാണ് നമ്മൾ ശാലോം, അതായത് യഹോവ ശാലോം എന്ന, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ബലിപീഠം പണിയേണ്ടത്. ഗിദെയോൻ പലപ്പോഴും
ഈ നിദാനിയുടെ അടുത്തോട് പോകുന്നതിന് മുമ്പേ ദൈവത്തോട് അടയാളങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. പാറയിൽ നിന്ന് അഗ്നി പുറപ്പെട്ടതും കമ്പിളിയിലെ മഞ്ഞ് എല്ലാം ദൈവത്തിൻ്റെ അവിശ്വസ്തതയാണ് അവിടെ കാണിക്കുന്നത്. നാം സംശയിക്കുമ്പോഴും ദൈവം നമ്മളെ കൈവിടാതെ വഴി നടത്തും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഏശയ്യാവിൻ്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്തോ ഒരു നല്ല വാക്യങ്ങൾ. ദൈവത്തിൻ്റെ കരുതൽ, സ്നേഹം, ഇതെല്ലാം നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും. ആ ഒരു വാക്യത്തെ മുറുകെ പിടിച്ചാൽ മതി ഒരു ജീവിതം മുഴുവൻ ജീവിച്ച് തീർക്കുവാനുള്ള ധൈര്യം നമുക്ക് കിട്ടുവാനും ഒരു പ്രത്യാശ കിട്ടുവാനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗിദെയോന് തൻ്റെ ബലഹീനതകളെ ഓർത്ത് ഭാരപ്പെട്ടപ്പോൾ ദൈവം അവനോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഇതേ വാഗ്ദത്തം തന്നെയാണ് ഇന്നും നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ ഏത് ഗുഹകളിൽ ഒളിച്ചിരിക്കുകയാണെങ്കിലും, ഏത് ഭയത്തിൻ്റെ ഗുഹകളിൽ ഒളിച്ചിരിക്കുകയാണെങ്കിലും, ഏത് മിതാന്യരെ നമ്മൾ ഭയപ്പെടുകയാണെങ്കിലും, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ, കുടുംബത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ വലിയൊരു പോരാളിയായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുറവുകളെ ഒക്കെ ദൈവസന്നിധിയിൽ ഗിദെയോൻ്റെ കൂട്ട് തുറന്നു പറയുക. സഖര്യാവ് 4 അധ്യായം 6 വാക്യത്തിൽ പറയുന്നത് പോലെ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ അവൻ നമ്മളെ ബലപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതും ശക്തീകരിക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ മാനപാത്രമാക്കി തീർക്കുന്നതും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഗിദെയോനെ അങ്ങ് പരാക്രമശാലിയാക്കി മാറ്റിയതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഭയത്തിൻ്റെ ആത്മാവിനെ അടിയങ്ങളിൽ നിന്ന് നീക്കി ജയത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് നീ തരണമേ കർത്താവേ. ആ ജയത്തിൻ്റെ ആത്മാവിനെ നീ ഞങ്ങളിലേക്ക് പകർന്നാലും ഞങ്ങളുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ ബലിപീഠങ്ങളെ തകർക്കുവാനും കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. സകല മഹത്വവും അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നേക്കും ആമേൻ.